ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു സ്പൈസി വോയേജ്. ഇന്ന് നമ്മൾ നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. പഴം വിളയിച്ചത്. വൈകുന്നേരങ്ങളിലൊക്കെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം. ചൂടായ ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇവിടെ ഒരു 2 ഏത്തപ്പഴം ഈ ഒരു കനത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പാനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പാൻ നല്ല ചൂടായതുകൊണ്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിന് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഈ പഴത്തിൻ്റെ പീസെല്ലാം നന്നായിട്ടൊന്ന് നിരത്തിയിട്ട് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ഒരു 1.5-2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു പീസ് ഇങ്ങനെ മറിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാം പഴമൊക്കെ അടിഭാഗം വെന്തിട്ടുണ്ട്. അതുപോലെ ചെറുതായിട്ടൊരു ബ്രൗൺ ഷെയ്ഡൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മളെ എല്ലാ പഴം പീസുകളും ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഏറ്റവും ലോയിലേക്കും വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുവരെ ഇതൊരു മീഡിയം ഫ്ലെയിമിലായിരുന്നു ഇരുന്നത്. ഇനി ഈ സമയത്ത് ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ശർക്കര ഗ്രേറ്റ് ചെയ്തെടുത്തതാണിത്. ഇത് നമുക്ക് ഈ ഗ്ലാസ്സിലെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇവിടെ പഴം മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒരു 1.5-2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ശർക്കരയും വെള്ളവും കൂടിയുള്ള ഈ ഒരു മിക്സ്ചർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒരു മീഡിയം ടു ഹൈ ആക്കി കൊടുക്കാം. ഈ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരണം. അതിനുശേഷം ഒരു 3-4 മിനിറ്റിനകം തന്നെ ഈ വെള്ളം പതുക്കെ വറ്റി തുടങ്ങും. ആ സമയം കൊണ്ട് പഴത്തിലേക്ക് നന്നായിട്ട് മധുരമൊക്കെ പിടിച്ചോളും. അപ്പോൾ നമുക്ക് അതുവരെ വെയിറ്റ് ചെയ്യാം. പഴം ഇടയ്ക്കൊന്ന് ഇളക്കി ഇതുപോലെ തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ ശർക്കര വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഒരു 4 മിനിറ്റൊക്കെ എടുത്തതേ ഉള്ളൂ. ഇനി ഇതിലേക്ക് നമുക്കൊരു 4 ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇത് തൊലിയോടുകൂടി തന്നെ പൊടിച്ചെടുത്തതാണ്. അപ്പോൾ ഈ വെള്ളം വറ്റി തുടങ്ങിയതുകൊണ്ട് നമുക്ക് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഏറ്റവും ലോയിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഈ സമയത്ത് നമുക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ചും തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് പതുക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇവിടെ പഴമൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പതുക്കെ യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പഴം വിളയിച്ചത് ഇപ്പോൾ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പഴം വിളയിച്ചത് വളരെ എളുപ്പത്തിൽ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് സ്പൂണും കൊണ്ട് വെറുതെ ഇങ്ങനെ തന്നെ കോരി കഴിക്കാം. അങ്ങനെ കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ്. പിന്നെ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ അവലോസ് പൊടി ഉണ്ടെങ്കിൽ അവലോസ് പൊടി ചേർത്തും ഇത് കഴിക്കാവുന്നതാണ്. അവലോസ് പൊടിയും പഴവും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉടച്ചെടുത്തിട്ട് നമുക്ക് കഴിക്കാം. അവലോസ് പൊടി ചേർക്കുന്ന സമയത്ത് മധുരം പോരാന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ കുറച്ച് തേനും കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെ കുറച്ചെടുത്ത് കഴിച്ച് നോക്കട്ടെ കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇങ്ങനെ കഴിക്കാനായിട്ട്.